എല്ലാവരെയും ചിഹ്നം UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. നിങ്ങൾ പുതുപ്പള്ളിയിലുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥികൾക്ക് എവിടെയാണെങ്കിലും വോട്ട് ചെയ്ത് സാധിക്കാം. ഷോ ഓഫ് തന്നെയാണ്, സംശയമില്ല. ഷോ ഓഫ് ആണ്, ഇത് ഷോ ഓഫ് തന്നെ. ഏറ്റവും വലിയ ഷോ ഓഫ് ഇവിടെ ഉള്ളത് കേരളത്തിലുള്ളത് CPM ആണ്. അദ്ദേഹം നടത്തിയത്ര വികസനം ഒരാളിവിടെ നടത്തിയിട്ടില്ല. ഈ മഴ ഒരു അനുഗ്രഹമായിട്ട് കാണുന്നുണ്ടോ? കാരണം മോളിൽ ഇരിക്കുന്നവർ അനുഗ്രഹിക്കുന്നതാണ് ഈ മഴ എന്നൊക്കെ പറയുന്നത്. തീർച്ചയായിട്ടും ഇതെല്ലാം വലിയ എന്താ പറയുക, നല്ലൊരു കാലാവസ്ഥയിലേക്ക് ഞാൻ കാണുന്നുള്ളൂ. പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഇലക്ഷനിൽ ഫ്ലെക്സ് ബോർഡുകളും എല്ലാം നിരോധിച്ചു. അതിന് സൈക്കിൾ റാലി നടത്തുന്നു. അപ്പോൾ നമ്മുടെ സാധാരണ ജനങ്ങളിലേക്ക് നേരിട്ട് ഇറങ്ങി ചെല്ലാനുള്ള ഒരു തന്ത്രമായിട്ടാണോ ഇതിന്? നമുക്ക് ഈ ഇലക്ഷന് ചില പരിമിതികളുണ്ട്. ആ പരിമിതികൾ നമ്മുടെ യുദ്ധ സാഹചര്യം, അതുപോലെ തന്നെ നമ്മുടെ ആൾക്കാർ എന്താ പറയുക, നമ്മൾ ഭവനരഹിതരില്ലാത്തൊരു പുതുപ്പള്ളി. ഞാൻ കഴിഞ്ഞ 2 വർഷക്കാലം 25ഓളം വീടുകൾ ചെയ്തു. ഇനി 100 വീട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. 50ഓളം വീട് ചെയ്തു. 50ഓളം വീട് ചെയ്തു. 25 വീട് നമ്മളിപ്പോൾ തറക്കിട്ടുണ്ട് 100 വീട് ഉള്ള ലക്ഷ്യത്തിലേക്ക്. അതുകൊണ്ട് നമുക്ക് വലിയൊരു ആഗ്രഹമാണ് ഭവനരഹിതരില്ലാത്ത പുതുപ്പള്ളി. അതിലേക്കുള്ള ഒരു കാൽവെപ്പാണ്. അധികം ചെലവ് നടത്താൻ പാടില്ല എന്നുള്ളത്. അപ്പം പാർട്ടിയുടെ ചിഹ്നം നമ്മൾ പ്രിന്റ് ചെയ്യും. പേഴ്സണിനെ കാട്ടി വലുത് പാർട്ടിയാണ്. പാർട്ടി ബിഫോർ പേഴ്സൺ എന്നുള്ള നമ്മുടെ ഒബ്ജക്റ്റീവ്. അപ്പോൾ ഈ ഒരു മുഖ്യമന്ത്രിയുടെ മണ്ഡലമായിരുന്നിട്ടും ഇങ്ങോട്ട് വികസനം നേരത്തെ എത്തിയിട്ടില്ല എന്ന് പറയുന്ന LDFന്റെ ആ ഒരു ആരോപണത്തെ എങ്ങനെയാണ് നല്ല ക്യാപ്സ്യൂളാണ്, നല്ല ക്യാപ്സ്യൂളാണ്. ഇപ്പം പറയുന്നത് എന്താ അറിയോ, MLA ഷോ ആണെന്ന് ഞാൻ സമ്മതിച്ചിരിക്കുക. പഴയ MLAക്ക് ഷോ ഇല്ലായിരുന്നു, ഞാൻ ഷോ വെച്ചിരിക്കുക. കാരണം അദ്ദേഹം നടത്തിയത്ര വികസനം ഒരാളിവിടെ നടത്തിയിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, 3 പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ മണ്ഡലത്തിനുണ്ട്. ഏതാണെന്നറിയാമോ? ഒന്ന് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. പൂനെയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ മണ്ഡലത്തിലാണ്. KR നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്ത്യയുടെ ആദ്യത്തെ മലയാളി പ്രസിഡന്റിൻ്റെ പേരിലുള്ള സ്ഥാപനം. 2 RIT, ഇന്ത്യയുടെ ഏറ്റവും കഴിവുള്ള പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുടെ പേരുള്ള പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിവിടെ. JNUവിൽ പോകണം. JNU പുറത്തിറങ്ങി നടക്കുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ കാണും, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ. ജേർണലിസ്റ്റ് പഠിക്കുന്ന സ്ഥലമാണ്, നിങ്ങളൊക്കെ പഠിക്കുന്ന സ്ഥലമാണ്. JNU കഴിഞ്ഞാൽ പിന്നെ ഒരു സ്ഥലത്തുള്ളത് ഇവിടെയാണ്. അതറിയാതിരിക്കാൻ വേണ്ടി ഈ സർക്കാർ അതിബുദ്ധി കാണിച്ച് അത് ഉദ്ഘാടനം ചെയ്യാമെന്ന കേന്ദ്രമന്ത്രി അയാളെ തിരിച്ചു വിട്ടു കൊച്ചിയിൽ നിന്ന്. ഇങ്ങനെ 3 ഇൻസ്റ്റിറ്റ്യൂഷനുള്ള ഏത് മണ്ഡലം ഈ കേരളത്തിലുണ്ട്. പക്ഷേ അദ്ദേഹം ചെയ്യുന്നതിൽ മാത്രം വിശ്വസിച്ചു, പറയുന്നതിലല്ല, പ്രചരിപ്പിക്കുന്നതിലല്ല. അതുകൊണ്ട് വലിയ വാർത്തയില്ല. പിന്നെ എടുക്കണോ, ASAP പാമ്പാടി, രാമാനുജൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്സ്, ഡയറ്റ്, SME, കോവിഡ് കാലത്ത് നമ്മൾ ആശ്രയിച്ച വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, അതിനെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാക്കാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ 10 വർഷമായി അനക്കിയിട്ടില്ല. അതാണ് ഈ സർക്കാർ. പറയുന്ന ഒന്ന്, പ്രവർത്തിക്കുന്ന ഒന്ന്, ചിന്തിക്കുന്നത് മറ്റൊന്ന്. ഓക്കെ, അപ്പോൾ ഈ ഷോ ഓഫ് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുക, ഷോ ഓഫ് തന്നെയാണ്, സംശയമില്ല. ഷോ ഓഫ് ആണ്, ഇത് ഷോ ഓഫ് തന്നെ. ഏറ്റവും വലിയ ഷോ ഓഫ് ഇവിടെ ഉള്ളത് കേരളത്തിലുള്ളത് CPM ആണ്. BJP ഇത് നടത്തിയപ്പോൾ ഇറങ്ങി ചെന്നത് ഇതിന്റെ ഒരു ഭാഗമായിട്ടായിരുന്നു. അല്ല, അത് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ഈ 55 വർഷത്തെ അദ്ദേഹത്തിന്റെ ചരിത്രവും ശൈലിയും പിതാവിന്റെ ഒരു ബാധ്യതയാണോ, അതൊരു ഉത്തരവാദിത്തമാണോ, അതൊരു എങ്ങനെയാണ് അതിനെ കാണുന്നത്? ആരെങ്കിലും സ്വന്തം പിതാവിനെ ബാധയായിട്ട് കണക്കാക്കും? അല്ല, അതായത് അതൊരു ഉത്തരവാദിത്തം കൂടുതലാണോ? കാരണം നമ്മൾ ജനങ്ങളോട് ചെയ്യുന്ന ഒരു ഉത്തരവാദിത്തം കൂടുതലല്ലേ? അല്ല, അദ്ദേഹം അതിന് നല്ലതല്ല എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് അതെല്ലാം ഒരു ആർക്ക് വേണേൽ പിന്തുടരാവുന്ന കാര്യമാണ്. ഇന്ന് ഞാൻ പെട്രോൾ അടിക്കാൻ എൻ്റെ വണ്ടി ഞാനൊന്ന് പമ്പിലോട്ട് വിട്ടപ്പോൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞു പമ്പില്ല, പെട്രോളില്ല, റെസ്റ്റോറൻ്റ് ഇല്ല, ഇപ്പോൾ LPG തീരാൻ പോകുന്നു. ഇവിടെ ഒരു ആർഭാടത്തിൻ്റെ ഇലക്ഷന് സ്കോപ്പില്ല. ഒന്നത്. 2, ഞാൻ മഹത്തായ ലക്ഷ്യമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതായത് 50 വീടുകൾ ഞാൻ ചെയ്തു ഈ മണ്ഡലത്തിൽ. ഈ 100 വീടുകൾ കൂടി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അടുത്ത 5 വർഷം 150 വീട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി 25 വീടുകൾ തറക്കല്ലിട്ടു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് കൂടുതൽ
ആൾക്കാരെ സഹായിക്കുവാൻ. ഇപ്പം എൻ്റെ പ്രൊജക്ഷൻ ഒന്ന് കുറച്ചാൽ പോരെ, ഷോ ഓഫ് കുറയും, ഇത്തിരി ഷോ കുറയും. ഈ ലൈഫ് മിഷന്റെ ഭാഗമായിട്ടുള്ള പദ്ധതികൾ മിക്കവരും എത്തിയിട്ടില്ല, അല്ലെങ്കിൽ അർഹതപ്പെട്ടവർക്ക് പോലും എത്തിയിട്ടില്ല പറയുന്നത്. 10 വർഷം കൊണ്ട് 5 ലക്ഷവും 5 വർഷം കൊണ്ട് 5 ലക്ഷവും ഏതാ വലുത്? 4 ലക്ഷത്തിൽ പരം, 4 ലക്ഷത്തിൽ പരം ഏതാ വലുത്? അത് തന്നെ UDF LDF തമ്മിലുള്ള വ്യത്യാസം കാണും. ഷോ ഓഫ് എന്നല്ല ഇത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയല്ലേ നമ്മൾ വീട് വെച്ചു കൊടുക്കാനായിട്ട് തീരുമാനിച്ചേക്കുന്നത്. അല്ല, അത് ശരിക്കും യാഥാർത്ഥ്യം പറഞ്ഞാൽ ഞാൻ ചാടിപ്പോയതാ. പക്ഷെ അതൊരു നന്മയാന്ന് കണ്ടപ്പോൾ, അത് ചെയ്യാൻ പറ്റുന്ന കാര്യം, മറ്റൊരാളെ സഹായിക്കാൻ പറ്റുന്ന കണ്ടപ്പോൾ അത് തുടരുന്നു. ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നതല്ലേ എന്ന് ഞാൻ മൊത്തത്തിൽ പറയുകയില്ല. അവരും ചെയ്യുന്നുണ്ട്, ചെയ്യുന്നില്ല എന്ന് നമ്മൾ പറയത്തില്ല. അതേസമയം ഞാൻ ഇത് ചെന്ന് പെട്ടതാണെന്ന് വേണേൽ പറയാം. അതിലൊരു യാഥാർത്ഥ്യമുണ്ട്. അല്ലാതെ ഞാനിത് മനഃപൂർവ്വമായിട്ട് തീരുമാനിച്ചുകൊള്ളുന്നതല്ല, പക്ഷെ വന്നു ചേർന്നതാണ്. അപ്പോൾ എപ്പോഴും പുതുപ്പള്ളിക്കാർക്കൊപ്പം തന്നെ, എപ്പോഴും എല്ലാവരോടൊപ്പം തന്നെ. അങ്ങനത്തെ പ്രസംഗത്തിനില്ല. മഴ എപ്പോൾ വേണേൽ പെയ്യാം. നമുക്കിങ്ങനെ പുതുപ്പള്ളിയിൽ കഴിഞ്ഞ 3 പരിപാടികളുടെ ചരിത്രത്തിൽ മഴ ഇങ്ങനെ വരും, മാറും. അത് നോട്ട് ചെയ്തിട്ടുള്ള കാര്യം. ഇപ്രാവശ്യം മഴ മാറി നിൽക്കുകയാണ്. ഏതായാലും ഇവിടെ ഈ പരിപാടി നടക്കുമ്പോൾ നമുക്ക് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഒന്ന് നമുക്കറിയാം, പെട്രോൾ തീരുക. ഇന്ന് ഞാൻ എൻ്റെ വണ്ടി പെട്രോൾ അടിക്കാൻ പറ്റുമ്പോഴത്തേക്ക് പെട്രോൾ തീർന്നിരിക്കുക. ആ ഒരു സാഹചര്യം രാജ്യത്ത് നിലനിൽക്കുന്നു. ഒപ്പം നമുക്ക് നമ്മുടെ ഗ്യാസ് സിലിണ്ടർ ഇല്ല, റെസ്റ്റോറൻറ്റ്സ് ഇല്ല. അപ്പം നമുക്ക് ചെലവുകൾ ചുരുക്കേണ്ട ആവശ്യം. ഒപ്പം വീട് കുഞ്ചാണ്ടി ഫൗണ്ടേഷൻ ചെയ്ത 48 വീടുകൾ, അതിനോടൊപ്പം ഇനി ചെയ്യാൻ പോകുന്ന 100-ലധികം വീടുകൾ. ഞാൻ ഇത് ചെന്നിൽപ്പെട്ടത് ഇത് മനഃപൂർവ്വം അല്ലെങ്കിലും അവർ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് നല്ലൊരു പ്രവർത്തനമായിട്ട് തോന്നിയതുകൊണ്ട് അത് തുടരാനുള്ള തീരുമാനത്തിലാണ്. അതുകൊണ്ട് 25 വീടുകൾ കൂടി ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പരമാവധി ചെലവുകൾ കട്ട് ഷോർട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ നമ്മുടെ പ്രചരണം ചുരുക്കുന്നത്. ഏതായാലും എല്ലാവരെയും, കടന്നു വന്ന എല്ലാ സൈക്കിൾ സൈക്കിൾ യാത്രികളെയും, സഞ്ചാരികളെയും, സഹയാത്രികരെയും അഭിവാദ്യം ചെയ്യുക. നമുക്കിനിയും നടക്കേണ്ടതുണ്ട്. ഇത് തുടക്കം മാത്രമാണ്. സൈക്കിൾ ഇപ്പോഴാണ്, പിന്നെ നടത്തമാണ്. സൈക്കിളും നടത്തവും കൂടെ ചേർന്നായിരിക്കും തെരഞ്ഞെടുപ്പ് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരെയും പിന്തുണ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. നിങ്ങൾ പുതുപ്പള്ളിയിലുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥികൾക്ക് എവിടെയാണെങ്കിലും വോട്ട് ചെയ്ത് സഹായിക്കുക. കൈപ്പത്തി, അതുപോലെ ഓട്ടോറിക്ഷ, ഏണിച്ചിഹ്നം, നിങ്ങളുടെ വലിയ വോട്ടുകൾ ഉണ്ടാവണം. UDF-ന് നിങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിക്കുകയാണ്. കൈവരാത്തത് കൈ എല്ലാവരും സഹായിക്കാം. എല്ലാവരും സഹായം ഉണ്ടാവണം. അറിയുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചനുജൻ, ഈ നാടിനെ സ്നേഹിക്കുന്ന, ഈ നാടിനെ വികസനത്തിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ നിങ്ങളുടെ സൈക്കിൾ റാലി ഈ വാഹനത്തിൽ തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. ശ്രീ ചാണ്ടിയുമ്മൻ നയിക്കുന്ന സൈക്കിൾ റാലിയാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ ഈ വീതിയിലൂടെ കടന്നു വരുന്നത്. നാം അറിയുന്ന, നമ്മെ അറിയുന്ന നമ്മുടെ കൊച്ചനുജൻ ശ്രീ ചാണ്ടിയുമ്മൻ ഈ നാടിന്റെ വികസനത്തിനായി നിങ്ങൾ ഓരോരുത്തരും കൈകോർക്കണമേ എന്ന് വിനയമനസരം